ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 2 പാർട്ട് ഉണ്ടായിരുന്നു. ആ 2 പാർട്ട് നിങ്ങൾ വരച്ച് നോക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തും ഷെയ്ഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഭാഗം തന്നെയാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ തുടങ്ങുന്നത് തന്നെ ആ ഒരു പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, 8B പെൻസിൽ ആർട്ട് ലൈനിൻ്റെ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, ഈ ഷെയ്ഡിങ്ങിൻ്റെ കാര്യം ഞാൻ നിങ്ങൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷെയ്ഡിങ് ആദ്യ തവണയൊന്നും നമുക്ക് ഈസി ആയിട്ട് വരുന്നൊരു കാര്യമല്ല. നമ്മൾ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ സെറ്റായി വരത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും തന്നെ കുറച്ച് സമയം കണ്ടെത്തി ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുക. എങ്കിലേ നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഷെയ്ഡിങ്ങിൻ്റെ കാര്യം, ഓരോ ചിത്രങ്ങൾ നമ്മൾ വരച്ച് പോകുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഡ്രോയിങ്ങൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരച്ച ഡ്രോയിങ്ങൊക്കെ ഒന്നെടുത്ത് നോക്കിയാൽ മതി. അതായത് നിങ്ങൾ ആദ്യം വരച്ച ഡ്രോയിങ്ങും പിന്നീട് നിങ്ങൾ പുതിയതായിട്ട് വരയ്ക്കുന്ന ഡ്രോയിങ്ങുകളും നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഫോട്ടോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അത് മെയിനായിട്ട് നെറ്റിയുടെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അവിടെ ഞാൻ കുറച്ച് ഷെയ്ഡിങ് ഒഴിവാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ചെറിയ ലൈറ്റിങ് വരുന്ന ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ കവളിൻ്റെ, അതായത് നമ്മളിപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം, ആ കവളിൻ്റെ കുറച്ച് ഭാഗത്തും ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലെ ഹൈലൈറ്റുള്ള ഭാഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഡ്രോയിങ് കണ്ടിട്ട് വരച്ച് നോക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം വെറുതെ വരച്ച് പോകാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യത്തുള്ളൂ. ഞാൻ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മ്യൂസിക് ഇട്ട് പോകുന്നത് മാത്രമേ ഉള്ളായിരുന്നു. കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാണ്ട് ജസ്റ്റ് വരച്ച് പോകുന്നത് മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കണമെങ്കിൽ എൻ്റെ ഒരു ഡ്രോയിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ സാധിക്കും. കാരണം നമ്മളൊരു 3 അല്ലെങ്കിൽ 4 പാർട്ടായിട്ടാണ് ഒരു ഡ്രോയിങ് വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഓരോ പാർട്ടിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞും പോകുന്നുണ്ട്. ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഷെയ്ഡിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഏത് ഡ്രോയിങ്ങാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ചിത്രം നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം അല്ലെങ്കിൽ നിങ്ങൾ ഏത് ചിത്രമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ചിത്രം നിങ്ങൾക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് കളർ പെൻസിൽ ഡ്രോയിങ്ങും ചെയ്തിട്ടുണ്ട് ട്യൂട്ടോറിയലായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഐഡിയ ഒക്കെ കിട്ടും. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇനിയാണെങ്കിലും കളർ പെൻസിൽ ഡ്രോയിങ് കൂടുതലും ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ടുള്ള സമയത്ത് നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ്ങും കൂടുതലായിട്ടും ഈ ചാനലിൽ ഉൾപ്പെടുത്താം. അപ്പം അത് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. പിന്നെ ഇതുപോലെ ഡ്രോയിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഇപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ പുതിയതായിട്ട് ചാനലിലേക്ക് വരുന്നുണ്ട്. ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും ചെറിയ ചെറിയ ഡ്രോയിങ് ടിപ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ കഴിവ് വളർത്തിക്കൊണ്ടുവരാനുള്ള സപ്പോർട്ടൊക്കെ ഈ ഒരു ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾ വരച്ച ഡ്രോയിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.